ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച അഡ്വക്കേറ്റ് ബെയിലിൻ ദാസ് ആണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. തിരുവനന്തപുരം സ്റ്റേഷൻ കടവിൽ നിന്നാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. തുമ്പ പോലീസാണ് പ്രതിയെ പിടികൂടിയിട്ടുള്ളത്. കാറിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് ബെയിലിൻ ദാസിനെ പോലീസ് പിടികൂടിയത്. ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിലാണ് ഇപ്പോൾ ബെയിലിൻ ദാസ് പിടിയിലായിരിക്കുന്നത്. വിവരങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നുണ്ട്. സൂര്യ, എപ്പോഴാണ് ബെയിലിൻ ദാസിനെ പോലീസ് പിടികൂടിയത്? എന്താണ് കൂടുതൽ വിവരങ്ങൾ? കാർത്തു, കുറച്ച് മുമ്പാണ് ഈ വിവരം ലഭിക്കുന്നത്. 2 ദിവസമായിട്ട് ബെയിലിൻ ദാസ് ഒളിവിലായിരുന്നു. ഇതിൽ വലിയ രീതിയിലുള്ള വിമർശനം പോലീസിന് നേരെ അടക്കം ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം കൺമുന്നിൽ വെച്ചാണ് ബെയിലിൻ ദാസിനെ കാണാതെയാകുന്നത് എന്നുള്ള ആരോപണം ഈ മർദ്ദനമേറ്റ ജൂനിയർ അഭിഭാഷക തന്നെ ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ജൂനിയർ അഭിഭാഷകയെ നിരവധി തവണ മർദ്ദിച്ച വ്യക്തിയാണ്. 2 തവണ തനിക്ക് ഈ ബെയിലിൻ ദാസിന്റെ ഭാഗത്തുനിന്ന് മർദ്ദനമേറ്റത് ഏൽക്കേണ്ടി വന്നു എന്നുള്ള പരാതി അത് ഈ അഡ്വക്കേറ്റ് ഷാമിലി ജൂനിയർ അഭിഭാഷക ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അതിക്രൂരമായിട്ട് ജൂനിയർ അഭിഭാഷകയെ മർദ്ദിക്കുന്നു. അതിനുശേഷം താൻ കേസുമായിട്ട് അല്ലെങ്കിൽ കേസ് കൊടുക്കാൻ പോകുന്നു, നിയമ നടപടികൾ സ്വീകരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് യുവതി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയം നോക്കി അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു ബെയിലിൻ ദാസ്. ബെയിലിൻ ദാസിനെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ ഒളിവിൽ പോകാൻ സഹായിച്ചു ബാർ അസോസിയേഷനിലെ ചില ഭാരവാഹികൾ എന്നുള്ള ആരോപണം കൂടി ജൂനിയർ അഭിഭാഷകയായിട്ടുള്ള ഷാമിലി ഉയർത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്തായാലും തിരുവനന്തപുരം സ്റ്റേഷൻ കടവിൽ നിന്നാണ് ഈ പ്രതിയെ പിടികൂടിയിരിക്കുന്നത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. തുമ്പ പോലീസാണ് ബെയിലിൻ ദാസിനെ പിടികൂടിയിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ബെയിലിൻ ദാസ് എവിടെയാണ്, എന്താണ് എന്നുള്ള ഒരു വിവരവും പോലീസിന് നൽകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ കഴക്കൂട്ടം പ്രദേശത്ത് എവിടെയോ ബെയിലിൻ ദാസ് ഉണ്ട് എന്നുള്ള സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് വലിയ പരിശോധന പോലീസ് നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ബെയിലിന്റെ പരിചയത്തിലുള്ളവരുടെയും കുടുംബാംഗങ്ങളുടെയും അടക്കം ഫോണുകൾ പരിശോധിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് പോലീസ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 2 ദിവസങ്ങൾക്ക് ശേഷമാണ് ബെയിലിൻ ദാസിനെ തിരുവനന്തപുരത്ത് വെച്ച് തന്നെ പിടികൂടുന്നത്. സ്റ്റേഷൻ കടവിൽ നിന്ന് തുമ്പ പോലീസാണ് ബെയിലിൻ ദാസിനെ പിടികൂടിയിരിക്കുന്നത്. ഇനി ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ പോലീസ് എവിടേക്കാണ് ബെയിലിനെ കൊണ്ടുവരിക എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും 2 ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം തിരുവനന്തപുരത്ത് വഞ്ചിയൂർ കോടതിയിൽ അല്ലെങ്കിൽ ഓഫീസിൽ വെച്ച് ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച സീനിയർ അഭിഭാഷകൻ ബെയിലിൻ ദാസിനെ പോലീസ് പിടികൂടിയിരിക്കുന്നു. സൂര്യ, അതുപോലെ തന്നെ ഇനി ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും അറസ്റ്റ് എന്ന കാര്യങ്ങളിലേക്കൊക്കെ പോലീസ് കടക്കുക. എന്താണ് കൂടുതൽ വിവരം? നിലവിൽ തുമ്പ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ബെയിലിൻ ദാസ് ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതായിട്ടുണ്ട്. ബെയിലിൻ ദാസിനെ ചോദ്യം ചെയ്തതിനു ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്കൊക്കെ പോലീസ് കടക്കുക. എന്തായാലും അതിക്രൂരമായിട്ട് ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച ബെയിലിൻ ദാസിനെതിരെ കടുത്ത ആരോപണങ്ങൾ ജൂനിയർ അഭിഭാഷക ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനു മുൻപും തനിക്ക് ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് മർദ്ദനം ഏൽക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളത് അവർ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് താൻ ഗർഭിണിയായിരിക്കുമ്പോൾ പോലും ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് മർദ്ദനം ഏൽക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ് ജൂനിയർ അഭിഭാഷക കഴിഞ്ഞ ദിവസം ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കൂടാതെ തന്നെ ബാർ കൗൺസിലിന്റെ ഭാഗത്ത് നിന്നടക്കം ബെയിലിൻ ദാസിനെതിരെ നടപടി ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നതാണ്. ഈ ജൂനിയർ അഭിഭാഷകയ്ക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് നിയമമന്ത്രി പി രാജീവ് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരണം നടത്തുന്നതും കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് കേരളത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത അതായിരുന്നു എന്നുള്ള പ്രതികരണമാണ് നിയമമന്ത്രി ഉൾപ്പെടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ ഒരു സീനിയർ അഭിഭാഷകനും ഒരു ജൂനിയർ അഭിഭാഷകയോട് പെരുമാറാൻ പാടില്ലായിരുന്നു. ഇതിൽ എല്ലാവിധ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണയും ഈ ജൂനിയർ അഭിഭാഷകയ്ക്ക് നൽകും എന്നുള്ള കാര്യമാണ് നിയമമന്ത്രി അടക്കം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം കടുത്ത നടപടികൾ സ്വീകരിക്കണമെന്നുള്ളത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തന്നെ ബാർ കൗൺസിലിന് നിർദ്ദേശം നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ പിന്തുണയും ജൂനിയർ അഭിഭാഷകയ്ക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ 2 ദിവസമായിട്ട് എവിടെയായിരുന്നു ബെയിലിൻ ദാസ് എന്നുള്ളത് പോലീസിന് പോലും കൃത്യമായിട്ട് പറയാൻ സാധിക്കുമായിരുന്നില്ല.
കൺമുന്നിൽ വെച്ചാണ് ഈ ബെയിലിൻ ദാസ് ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതായത് ഈ മർദ്ദനമേറ്റതിനു ശേഷം ഈ ജൂനിയർ അഭിഭാഷകയുടെ ഭർത്താവ് ഉൾപ്പെടെയുള്ളവർ ബെയിലിൻ ദാസിന്റെ ഓഫീസിലുണ്ടായിരുന്നു. അതിനിടയിൽ ഈ ജൂനിയർ അഭിഭാഷകയെ മർദ്ദനമേറ്റതിന്റെ പശ്ചാത്തലത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് ഇയാളെ കാണാതെയാകുന്നത്. അതിനടക്കം ചില വക്കീൽമാരുടെ അല്ലെങ്കിൽ ബാർ അസോസിയേഷനിലെ പ്രതിനിധികളുടെ ഒരു സഹായം ഇയാൾക്ക് രക്ഷപ്പെടാൻ ഉണ്ടായിരുന്നു എന്നുള്ള ആരോപണമൊക്കെ തന്നെ ജൂനിയർ അഭിഭാഷക ഉയർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബെയിലിൻ ദാസിനെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള ശ്രമം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്ങോട്ടാണ് ബെയിലിൻ ദാസ് പോയത് എന്നുള്ളത് പോലീസിന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഇയാൾ കാറിൽ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചതിനെ തുടർന്ന് വൈകുന്നേരത്തോടു കൂടി വലിയ പരിശോധന പോലീസ് നടത്തുകയായിരുന്നു. അത്തരത്തിലുള്ള പരിശോധനയിലാണ് ഈ ബെയിലിൻ ദാസിനെ തിരുവനന്തപുരം സ്റ്റേഷൻ കടവിൽ നിന്ന് തുമ്പ പോലീസ് പിടികൂടിയത് എന്നുള്ള വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. ഇനി അടുത്ത നടപടികളിലേക്ക് ഇന്ന് തന്നെ പോലീസ് കടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ വനിതാ കമ്മീഷനും ഈ സംഭവത്തിൽ കേസ് എടുത്തിരുന്നല്ലോ, അതിന്റെ നടപടിക്രമങ്ങൾ ഇനി എന്തെല്ലാമായിരിക്കാം? കർത്തൂ വനിതാ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർ കേസ് എടുത്തിട്ടുണ്ട്. മന്ത്രി വീണ ജോർജ് തന്നെ ഇതിൽ പ്രതികരണം നടത്തി എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം താൻ ഗർഭിണിയായിരുന്നപ്പോഴും ഇത്തരത്തിൽ സീനിയർ അഭിഭാഷകനായിട്ടുള്ള ബെയിലിൻ ദാസിന്റെ ഭാഗത്തു നിന്ന് തനിക്ക് മർദ്ദനമേൽക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളത് കൂടി ജൂനിയർ അഭിഭാഷക പറയുമ്പോൾ അതിനെ കൂടുതൽ ഗൗരവതരമായിട്ട് കാണുകയും അത്തരത്തിൽ വലിയ നടപടികൾ ഇയാൾക്കെതിരെ സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ശിശുക്ഷേമ സമിതിയുടെ അടക്കം ഉത്തരവാദിത്തമുള്ള മന്ത്രി വനിതാ ശിശു ക്ഷേമ വകുപ്പിന്റെ അടക്കം ഉത്തരവാദിത്തം കൂടിയുള്ള മന്ത്രി വീണ ജോർജ് തന്നെ അത്തരത്തിൽ പ്രതികരണം നടത്തി എത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഇപ്പോൾ പോലീസിന് വനിതാ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവർ മൊഴി നൽകിയിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ അത്തരത്തിൽ മൊഴിയൊക്കെ പോലീസ് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. എന്തായാലും ഈ വിഷയത്തെ അതിഗൗരവമായിട്ട് തന്നെയാണ് സർക്കാർ വൃത്തങ്ങളൊക്കെ കണക്കാക്കുന്നത്. എല്ലാ സർക്കാർ വകുപ്പുകളുടെയും സഹായം ഈ വിഷയത്തിൽ ജൂനിയർ അഭിഭാഷകയോടൊപ്പം ഉണ്ടാകുമെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ പ്രതികരണം മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ബെയിലിൻ ദാസിനെ പിടിയിലായി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. അത് 2 ദിവസത്തിന് ശേഷമാണ് പോലീസിന് ബെയിലിനെ പിടികൂടാൻ കഴിഞ്ഞത് എന്നുള്ളതും കൂടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ സംഭവത്തിൽ തുടർ നടപടികൾ എന്ത് തന്നെ ആയാലും അതുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് ജൂനിയർ അഭിഭാഷകയും കുടുംബവും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും അത്തരത്തിൽ നിയമ നടപടികളുമായിട്ട് ജൂനിയർ അഭിഭാഷക മുന്നോട്ട് പോകുമ്പോൾ ഇനി എന്തൊക്കെ നടപടികൾ ബെയിലിനെതിരെ പോലീസ് അടക്കം സ്വീകരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. ഇനി ചെയ്യൽ ഉൾപ്പെടെ നടക്കേണ്ടതായിട്ടുണ്ട്. ബെയിലിന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത് എന്നതുകൂടി കേൾക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ കേട്ട് അതിനുശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശരി, ജൂനിയർ അഭിഭാഷകയായ അഡ്വക്കേറ്റ് ഷാമിലയെ മർദ്ദിച്ച സംഭവത്തിലാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ബെയിലിൻ ദാസ് പിടിയിലായിരിക്കുന്നത്. തിരുവനന്തപുരം സ്റ്റേഷൻ കടവിൽ നിന്നാണ് ഇപ്പോൾ പ്രതിയെ പിടികൂടിയിട്ടുള്ളത്. തുമ്പ പോലീസാണ് പ്രതിയെ പിടികൂടിയത്. കാറിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് പ്രതി പിടിയിലാകുന്നത്. 2 ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷമാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ബെയിലിൻ ദാസ് പിടിയിലായിരിക്കുന്നത്. ഇനി ചോദ്യം ചെയ്യലിന് ശേഷം കൂടുതൽ നടപടിക്രമങ്ങളിലേക്കായിരിക്കും പോലീസ് കടക്കുക. അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത്. ചോദ്യം ചെയ്യലിന് ശേഷമേ ഇനി എന്താണ് അഡ്വക്കേറ്റ് ബെയിലിൻ ദാസിന് പറയാനുള്ളതെന്ന കാര്യങ്ങളിലും വ്യക്തത വരേണ്ടതുണ്ട്. ജൂനിയർ അഭിഭാഷകയായ ഷാമിലയെ മർദ്ദിച്ച സംഭവത്തിലാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ബെയിലിൻ ദാസ് പിടിയിലായിരിക്കുന്നത്.
തിരുവനന്തപുരം സ്റ്റേഷൻ കടവിൽ നിന്നാണ് 2 ദിവസത്തിന് ശേഷം ഇപ്പോൾ പ്രതിയെ പിടികൂടുന്നത്. തുമ്പ പോലീസാണ് പ്രതിയെ പിടികൂടിയത്. കാറിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. 2 ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷമാണ് ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുന്നത്. ശ്യാമിലിയുടെ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും നമുക്ക് ലഭിക്കേണ്ടതുണ്ട്.